ഹുഗ്ലി നദിയുടെ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലെ ലോകതരമായ ഒരു മത്സരത്തിനായി ഈസ്റ്റ് ബംഗാൾ FC പോരാട്ടത്തിന് വേദിയൊരുങ്ങി. വീണ്ടും സന്ദീപ് വലതുവെങ്കിൽ ആ റണ്ണിനെ മഹേഷ് വന്ന് തടഞ്ഞു നിർത്തുന്ന കാഴ്ച. പിടിച്ചെടുക്കുന്നു എഡ്രിയാൻ ലൂണയുടെ ക്രോസ്, പക്ഷേ ഗോൾ കീപ്പർ ഗില്ലിന്റെ കൈകളിലേക്കാണ്. Adrian Luna space എടുത്തുന്നു. Daisuke Sakai still Daisuke. Daisuke Sakai, so beautiful, so elegant. Just Luna പന്തിനെ കളക്ട് ചെയ്യുന്നു. വലതു വിങ്ങിൽ സന്ദീപിലേക്ക് ഏറെ സ്പേസ് ലഭിക്കുകയാണ്. സന്ദീപ് ഹോൾഡിംഗ്, സന്ദീപിന്റെ ബാക്ക് പാസ്. Adrian Luna over the head ball. Kogi Pepper. Offside. ഒരു നിമിഷം അമ്പരന്ന് പോയ നിമിഷം. ക്വാമിപ്പായിരിക്കും തീർച്ചയായും സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങി കഴിഞ്ഞു. പക്ഷെ അതുമായി ഒരു കൗണ്ടറിന് ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ഇന്റർസെപ്ഷൻ. ഡയറക്റ്റ് ഷോട്ട് ഓർ റീബൗണ്ട്. പെനാൽറ്റി. കളിയുടെ 82ാമത്തെ മിനിറ്റിൽ അവിടെ ഗോൾ കീപ്പർ കയ്യിൽ നിന്ന് തെറിച്ചുപോയ പന്തെടുക്കാൻ ബോർഹ ഹരേരയുടെ മുൻ. സോ ക്ലൈറ്റൺ സിൽവ, സച്ചിൻ സുരേഷ്, ഇതിലും മേലെ എന്ത് പറയാൻ. ഇതാണ് മാലാഖ എന്ന് ഞാൻ സച്ചിൻ സുരേഷിനെ വിശേഷിപ്പിച്ചത്. വീണ്ടും എന്തോ നാടകീയമായ അതോ ഗോൾ കീപ്പർ പൊസിഷനിങ് ആണോ, അതാണ് നോക്കേണ്ടത്. ക്ലൈറ്റൺ സിൽവ തയ്യാറെടുക്കുന്നു. മറുഭാഗത്ത് സച്ചിൻ സുരേഷ്. സച്ചിൻ സുരേഷ്, ഇതാണ് ഈ താരത്തിനെ മിഖായേൽ മാലാഖ എന്ന് ഞാൻ വിളിച്ചു പോകുന്നത്. ഇത്രയും അപകടകരമായ സാഹചര്യത്തിലും രണ്ടാമത്തെ അവസരത്തിലും മിഖായേൽ മാലാഖ. വീണ്ടും സന്ദീപിന്റെ ക്രോസ് അപകടമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് ഒരു കവിതയാണ്, പോരാട്ടത്തിന്റെ കവിത. തീർച്ചയായും വീണ്ടും ഒരു മിസ്സിൽ നിന്ന് കിട്ടിയ അവസരം ഗോളാക്കി മാറ്റി. തന്റെ രണ്ടാമത്തെ മത്സരത്തിൽ തുടർച്ചയായ 2 മത്സരം ഗോൾ സ്കോർ ചെയ്യുന്നു. ഇവിടെ ഇൻസിഡന്റ് ഉണ്ടാവാൻ പോവുകയാണ്. അത് അടുത്തൊരു യെല്ലോ കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. അതാ രണ്ടാമത് ഓൾറെഡി ഒരു യെല്ലോ കണ്ടിരുന്നു. അതിനെ സ്വീകരിക്കുന്നു. അവിടെ ക്രോസ്, സന്ദീപ്. പെനാൽറ്റി അവിടെ കൈ കൊണ്ടാണ് ഹെഡ് ചെയ്യാൻ ശ്രമിച്ചത്. ക്ലൈറ്റൺ സിൽവ തയ്യാറെടുക്കുന്നു. മറുഭാഗത്ത് സച്ചിൻ സുരേഷ് ഗോൾ വലയിലേക്ക് എത്തിക്കുകയാണ് ക്ലൈറ്റൺ സിൽവ. സോ ഈ മത്സരത്തിന്റെ വിസിൽ ഏതായാലും ആവേശകരമായ ഒരു മത്സരത്തിനാണ് നാം